ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ഒരു ന്യൂമറിക്കൽസ് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കണം. EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്താണ്? സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് EMF എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഹാഫ് സെൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ പ്ലാറ്റിനത്തിന്റെ ഇത് കണക്ട് ചെയ്തേക്കുന്നത്, റൈറ്റ് സൈഡിൽ ഈ ക്ലോറിന്റെ സംഭവമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതെന്താണ്? പ്ലാറ്റിനത്തിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് ആണ്, SHE ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഹൈഡ്രോജൻ ഗ്യാസിന്റെ പ്രഷർ 1 atm ആണ്. ഹൈഡ്രോജൻ അയൺ എന്താണ്? കോൺസെൻട്രേഷൻ pH വഴി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ക്ലോറിന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് ആണ് വന്നേക്കുന്നത്. ക്വസ്റ്റ്യനില് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താണ്? 0.222 വോൾട്ട് എന്നുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിൽ കണക്ട് ചെയ്താല് ഈ സെല്ലിന്റെ ഫൈനൽ EMF എത്ര വരും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെക്കുന്നത് ഐഡന്റിഫൈ ദ ഇലക്ട്രോഡ്സ്. എന്താണ്? കാഥോഡും ആനോഡും നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദ ഇലക്ട്രോഡ്സിൽ വന്നപ്പം ലെഫ്റ്റ് ഇലക്ട്രോഡ് ഏതാണെന്ന് മനസ്സിലായി, റൈറ്റ് ഇലക്ട്രോഡ് നമുക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. SH എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ സിൽവർ ക്ലോറൈഡിന്റെ കേസിൽ വരുമ്പോഴോ എത്രയാണ് വന്നേക്കുന്നത്? 0.222 വോൾട്ട് ആണ്. ഹയർ പൊട്ടൻഷ്യൽ ഉള്ളത് കാഥോഡും ലോവർ പൊട്ടൻഷ്യൽ ഉള്ളതും ആനോഡും ആണ്. അപ്പം ഹയർ പൊട്ടൻഷ്യൽ ഉള്ളത് ഏതാണ്? കാഥോഡാണ്. കാഥോഡിന്റെ കേസിൽ സിൽവർ ക്ലോറൈഡ് വന്നു. അതേപോലെ കുറവുള്ളത് ആനോഡിന്റെ കേസിൽ എന്താണ്? ഈ ആനോഡ് 0 ആണ്, ഈ കാഥോഡ് 0.222 വോൾട്ട് ആണ്. ഇനിയിപ്പം സെക്കൻഡ് ഇതിനകത്ത് നമ്മൾ ഓവറോൾ റിയാക്ഷൻസ് ആണ് എഴുതാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് എഴുതുന്നത്? ഹൈഡ്രജൻ ഓക്സിഡേഷൻ ചെയ്യും, സിൽവർ ക്ലോറൈഡോ റിഡക്ഷൻ ചെയ്യും. അപ്പൊ ഓവറോൾ റിയാക്ഷൻ എത്ര വരുവാടാ? നമുക്കറിയാം, ഹാഫ് H2 പ്ലസ് സിൽവർ ക്ലോറൈഡ് സൊല്യൂഷൻ സോളിഡ് ആണ്, ദാറ്റ് ഗീവ്സ് H പ്ലസ് പ്ലസ് Cl മൈനസ് പ്ലസ് സിൽവർ എന്നുള്ളത് വരും. ഇവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് എന്താണ് N 1 ആക്കി. ഇനിയും നമുക്ക് സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. ഈ സെൽ ഈസിക്കൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. നമുക്ക് ഈ ആനോഡ് 0 ആണെന്നറിയാം, ഈ കാഥോഡിന്റെ വാല്യൂ അറിയാം. നമ്മളിത് മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? ഈ 0 സെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നെർസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ നോക്കുമ്പം നെർസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം, എന്താടാ? ഈ സെൽ ഈസിക്കൽ ടു ഈ 0 സെൽ മൈനസ്